പ്രശാന്ത് സാർ, നമുക്കറിയാം കോൺഗ്രസിന് ഒരു വലിയൊരു നേതൃമാറ്റം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. കെ സുധാകരൻ മാറി സണ്ണി ജോസഫ് MLA വന്നിരിക്കുന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക്. ഒപ്പം എല്ലാവരെയും ഞെട്ടിച്ചൊരു കാര്യം, വർക്കിംഗ് പ്രസിഡന്റുമാർ ആ ഒരു പദവിയിലേക്ക് വന്നിരിക്കുന്നത് PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, നമ്മുടെ ഷാഫി പറമ്പിൽ, മൂന്ന് യുവ നേതാക്കൾ. യുവ നേതാക്കൾക്ക് കോൺഗ്രസ് ഒരു വലിയ ഒരു അവസരം നൽകുന്നു എന്ന് വേണം കരുതാൻ. ഇവർ മൂന്ന് പേരും കോൺഗ്രസിന്റെ അമരത്തേക്ക് വർക്കിംഗ് പ്രസിഡന്റുമാരായി എത്തുമ്പോൾ ഇനി കോൺഗ്രസിൽ ഒരു അടിമുടി, നമ്മൾ പറയില്ലേ, തച്ചുടച്ച് വാർത്തെടുക്കുക എന്നൊക്കെയുള്ളത്, ആ ഒരു രീതിയിലേക്ക് പോകാനാണ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് ഈ യുവജനങ്ങളെ വർക്കിംഗ് പ്രസിഡന്റുമാരാക്കിയത് വഴി എത്രത്തോളം അതൊന്ന് പ്രാക്ടിക്കൽ ആക്കാൻ കോൺഗ്രസിന് സാധിക്കും? കോൺഗ്രസ് പുനഃസംഘടന നടത്തിയിട്ടുണ്ട്. ഗിറിനെയൊക്കെ മാറ്റി കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഒരു ആരും അറിയാതെ ഗസറ്റി പരസ്യം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രസിഡന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എത്രത്തോളം ആവും നമുക്ക് അറിയില്ല. പക്ഷെ ഇതിനകത്ത് നമുക്ക് അല്പം പ്രതീക്ഷ വെക്കാവുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഈ നീതു പറഞ്ഞത്. നമ്മൾ പറയുമ്പോ എല്ലാം പറയണോ. ഇതിനകത്ത് ഈ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ട് ഇപ്പൊ വന്നിരിക്കുന്നതിനകത്ത് ഒന്ന് വിഷ്ണുനാഥ്, ഒന്ന് അനിൽകുമാർ, മൂന്നാമത് ഷാഫി പറമ്പിൽ. അതിനകത്ത് ഒന്നാമത് പറയേണ്ട പേര് ഷാഫിയുടെ പേര് തന്നെയാണ്. അപ്പൊ ഷാഫി എന്ന് പറയുന്ന ഒരു നേതാവ് ഇപ്പൊ കോൺഗ്രസിനകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പം അദ്ദേഹത്തെ നമുക്ക് അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം സജീവമാകുന്നത്, അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയില് ഒരു നേതാവ് കൊള്ളാം, അല്ലെങ്കിൽ ജനപ്രിയനായിട്ടുള്ള ഒരു നേതാവ് ആണ് എന്നുള്ള രീതിയിൽ ആൾക്കാർ വർത്തമാനം പറയാൻ തുടങ്ങിയത് ഒരുപക്ഷെ ഇദ്ദേഹം KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ അമരത്ത് വന്നപ്പോഴും ഇദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന സമരങ്ങളും ആ സമരത്തിനകത്ത് കിട്ടിയിരിക്കുന്ന ജനകീയ പിന്തുണയും ആ സമരം നയിച്ച രീതിയും ഒക്കെയാണ്. കാരണം ഇദ്ദേഹം, നമ്മളിപ്പം കോൺഗ്രസിന്റെ ഒരു കാര്യം പറയുമ്പോൾ കോൺഗ്രസ് ഇപ്പം നശിച്ചുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ നാളെ കാലത്ത് കോൺഗ്രസ് ഇല്ലായ്മയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയും ഈ മത്സര ബുദ്ധിയും ഒക്കെ കാണുമ്പോൾ, പണ്ടും കോൺഗ്രസിനകത്ത് ഇതുപോലെ മത്സര ബുദ്ധിയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ കരുണാകരനോട് ഒരു കാലത്ത് പത്രപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പ് കളിച്ച് മുന്നോട്ട് പോയാൽ എങ്ങനെയാവും കോൺഗ്രസിന്റെ സ്ഥിതി എന്ന് ചോദിച്ചപ്പോ കരുണാകരന്റെ ഒരു ശൈലി അറിയുള്ളത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഗ്രൂപ്പാണ് ഞങ്ങളുടെ ശക്തി, ഈ ഗ്രൂപ്പാണ് ഞങ്ങളുടെ ശക്തി. അത് ശരിയുമായിരുന്നു. അവർ എത്ര ഗ്രൂപ്പ് കളിച്ചാലും, ആന്റണി ഗ്രൂപ്പ് കളിച്ചാലും, ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് കളിച്ചാൽ, കരുണാകരൻ ഗ്രൂപ്പ് കളിച്ചാൽ, ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും വിലപേശി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് മത്സരിച്ചാലും റിസൾട്ട് വരുമ്പോൾ അവർക്ക് ഗുണമാകുന്ന രീതിയിലുള്ള റിസൾട്ട് വന്നു. ഒരു പ്രാവശ്യം എനിക്കറിയാം, കരുണാകരൻ പിണങ്ങി അദ്ദേഹത്തിന്റെ 4 സീറ്റ്, മാലയത്ത് ശരളാദേവി ഉൾപ്പെടെയുള്ളവരുടെ 4 സീറ്റ് ചുവരെഴുതി കഴിഞ്ഞിട്ട് കരുണാകരൻ മാറി മേടിക്കുന്നുണ്ടാവും. ആ സമയത്ത് ആ 4 സ്ഥാനാർത്ഥികൾ അദ്ദേഹം ജയിക്കുകയാണ്. ചുവരെഴുതി മറ്റേ സ്ഥാനാർത്ഥി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ചുവരെഴുതി ഒരു സ്ഥാനാർത്ഥി പ്രചരണം ആരംഭിച്ചതിന് ശേഷം മാറ്റി തരും. അപ്പം ഇപ്പൊ അങ്ങനെ അല്ല. ഒരു രീതിയിലും കോൺഗ്രസിന് വളരാൻ സാധിക്കുന്നില്ല. ജനകീയ മുഖമുള്ള നേതാക്കന്മാരില്ല. ഗ്രൂപ്പ് പ്രവർത്തനം ഈ പറയുന്നത് പോലെ അവരുടെ പാർട്ടിക്ക് വേണ്ടി ആകുന്നില്ല, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാകുന്നു. താഴെത്തട്ടിലേക്ക് ഇവരുടെ അല്ലെങ്കിൽ ഈ നേതാക്കന്മാരെ അംഗീകരിച്ചുകൊണ്ട് താഴെത്തട്ടിൽ പ്രവർത്തനം വരുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഭാഗമായിട്ട് നിന്ന് അടിസ്ഥാന വോട്ടുകൾ ഇവർക്ക് വേണ്ടി പോളിംഗ് അല്ലെങ്കിൽ പോളിംഗ് ബൂത്തിൽ വരുമ്പോൾ കോൺഗ്രസിന് വേണ്ടി ആകുന്നില്ല. അത് കോൺഗ്രസിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന തരത്തിലുള്ള നേതാക്കന്മാർ ഇല്ല എന്ന് പറയുന്നതാണ്. അപ്പൊ അതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് നമ്മൾ പറയുമ്പോൾ ഒരുപക്ഷെ വിഷ്ണുനാഥാണ് ആദ്യമേ ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് വന്നപ്പോൾ ചെങ്ങന്നൂരിൽ നിന്നുള്ള യുവ നേതാവും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കോൺഗ്രസിനകത്ത് കോൺഗ്രസ് നാശമായിക്കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിന് ഒരു ജീവനുണ്ട്. ആ ജീവൻ ഈ പറയുന്നത് പോലെ യൂത്ത് കോൺഗ്രസ് ആണ്. പല ഘട്ടങ്ങളിലും കോൺഗ്രസിന്റെ വക്താക്കളായിട്ടും അല്ലെങ്കിൽ കോൺഗ്രസ് ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന നേതാക്കന്മാര് ഒക്കെ ഉണ്ടായതും വളരെ കാലം ഈ പറയുന്ന യൂത്ത് കോൺഗ്രസും നശിച്ചു കിടന്നപ്പോൾ വീണ്ടും ഒരു പുനർജന്മം കൊടുത്തത് വിഷ്ണുനാഥ് തന്നെയാണ്. വിഷ്ണുനാഥിന് ശേഷം വിഷ്ണുനാഥ് തീരുമാനിച്ച് അല്ലെങ്കിൽ വിഷ്ണുനാഥിന്റെ ശുപാർശയ്ക്ക് അനുസരിച്ച് വന്നിട്ടുള്ള നേതാവാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ നമ്മൾക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. അദ്ദേഹം 3 വട്ടം പാലക്കാട്ട് നിന്ന് ജയിക്കുന്നു. ഏതാണ്ട് അവിടുത്തെ വോട്ടിംഗ് ശതമാനം അറിയാമല്ലോ, ഏതാണ്ട് വളരെ വലിയ വലിപ്പത്തിൽ ഹിന്ദു വോട്ടുകൾ ഉള്ള സ്ഥലം, കുറച്ച് ശതമാനം മാത്രം മുസ്ലിം വോട്ടുകളുള്ള സ്ഥലം. അവിടെ ഒരു പക്ഷേ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ആദ്യത്തെ പ്രാവശ്യം മത്സരിക്കുമ്പോൾ മാത്രമേ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ ഷാഫി മുസ്ലിം ആണല്ലേ എന്നുള്ളൊരു തോന്നൽ. അതിനുശേഷം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവ് അവിടെ എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാണ്. അത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റും ഒക്കെ ആയിട്ട് കേരളത്തിലുടനീളം അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ, മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ, അദ്ദേഹത്തിന്റെ സമരങ്ങൾ നയിച്ചപ്പോൾ, പ്രസ്താവന വന്നപ്പോൾ ആ ഒരു ശൈലി അല്ലെങ്കിൽ
ഷാഫി പറമ്പിൽ എന്ന നേതാവിനെ ഒരിക്കലും ഇപ്പൊ തന്നെ KPCC പ്രസിഡന്റ് വന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. ജാതിയുടെ അടിസ്ഥാനത്തിൽ മാർക്ക് ചെയ്യാൻ പറ്റാത്ത കോൺഗ്രസിന്റെ ഏറ്റവും അവസാനം ഇപ്പൊ പറയുന്ന നേതാക്കന്മാരിൽ ഒരാളായിട്ട് ഷാഫി പറമ്പിൽ മാറിയിട്ടുണ്ട്. നേരത്തെ ഈ പറയുന്ന കരുണാകരൻ ഉണ്ടായിരുന്നു, ആന്റണി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. ഇവരൊക്കെ ജനകീയത എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഓരോ സമുദായത്തിന്റെ ജാതിയുടെ ഒക്കെ ഭാഗമാകുമ്പോൾ ജനങ്ങൾ ആ രീതിയിലൊന്നും അവരെ കണ്ടിരുന്നില്ല. അതുപോലെ കാണുന്ന ഒരാൾ ഒരു പക്ഷേ എന്റെ ഒരു അഭിപ്രായം KPCC പ്രസിഡന്റ് ആരാകണമെന്ന് കോൺഗ്രസ് എന്റെ അടുത്ത് ചോദിച്ചായിരുന്നെങ്കിൽ, കുറെ ഇത്രയും പേരുടെ പേര് നിരത്തി വെച്ചിട്ട് ചോദിച്ചായിരുന്നെങ്കിൽ ഞാൻ ആദ്യം പറയുന്ന പേര് ഷാഫിയുടെ പേരായിരിക്കും. കാരണം ഷാഫി ജനകീയനാണ്. 3 വട്ടം പാലക്കാട്ട് ജയിക്കുന്നു. അതിനുശേഷം ഇപ്പം അദ്ദേഹം ഈ പറയുന്ന ലോക്സഭ അറിയാമല്ലോ, ലോക്സഭയിൽ മത്സരിക്കുന്നു. അവിടുത്തെ അദ്ദേഹത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്ക് വളരെ സ്വാധീനമുള്ളിടത്ത് ഷാഫി ചെന്ന് ഇറങ്ങിയിട്ട് മുന്നോട്ടുള്ള പോക്കും ജയിച്ചിറങ്ങുന്നിടം വരെ അദ്ദേഹത്തിന്റെ ഒരു എനർജി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ കൂടുന്ന ജനത്തിന്റെ ഒരു ബാഹുല്യം, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് കേൾക്കാനുള്ള ഒരു താല്പര്യം, ആ ഒരു രീതിയിലേക്കുള്ള ഒരു ജനകീയ നേതാവ്, ഒരു പക്ഷേ കനൽ ഒരു തരി എന്ന് CPM-നകത്ത് പറയുന്നത് പോലെ ഈ കോൺഗ്രസിനകത്ത് കനൽ അല്ലെങ്കിൽ ഒന്ന് പറയാവുന്ന, അല്ലെങ്കിൽ നാളെ കാലത്ത് കോൺഗ്രസിന് പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു പക്ഷേ കോൺഗ്രസിന്റെ നേതാവായിട്ട് KPCC പ്രസിഡന്റ് ആയിട്ട് പോലും ഈ അവസരത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ ഒരു പക്ഷേ ജനം അക്സെപ്റ്റ് ചെയ്യുന്ന, ആ ജനങ്ങളെ എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു ഷാഫി പറമ്പിൽ. അദ്ദേഹം ലോക്സഭയിൽ ചെന്നപ്പോൾ ആദ്യത്തെ തന്നെ പ്രസംഗം നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഈ പറയുന്ന ഇവിടുത്തെ കുറെ MP-മാരെയൊക്കെ നമുക്കറിയാമല്ലോ, അവിടെ ചെന്നിട്ട് ഇംഗ്ലീഷ് ഏതാ, മലയാളം ഏതാ, ഹിന്ദി ഏതാന്ന് അറിയാൻ വയ്യാത്ത രീതിയിലുള്ള പ്രസംഗവും ആൾക്കാരൊക്കെ സ്പീക്കർ ഉൾപ്പെടെയുള്ളവർ കുനിഞ്ഞിരുന്ന് ചിരിക്കുമ്പോൾ ഷാഫിയുടെ ഒരു അവതരണം, അദ്ദേഹം ഈ പറയുന്ന നേഴ്സന്മാരുടെ അവകാശങ്ങൾ, അവരുടെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഷാഫിയുടെ ഒരു അവതരണം ഉണ്ടായിരുന്നു. അതൊരു പ്രസംഗം. ആ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ശശി തരൂരിന്റെ ഒക്കെ പ്രസംഗം ഇന്റർനാഷണൽ ലെവൽ വലിയ വലിപ്പത്തിലുള്ള പ്രസംഗമാണ്. അതുപോലെ തന്നെ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുകയും ആ പ്രസംഗം വലിയ വൈറലാവുകയും ഷാഫി കൊള്ളാം, മിടുക്കനാണ്, അല്ലെങ്കിൽ ആ ലോകസഭയിൽ ഇപ്പൊ 19 പേര് പോയിട്ടുള്ളതിൽ വെച്ച് കേരളത്തിന്റെ കാര്യം പറയാൻ അറിയാവുന്ന രീതിയിൽ ലാംഗ്വേജ് ഉള്ളതും കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള നേതാവ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഷ കൊണ്ടും അദ്ദേഹത്തിന്റെ ശൈലി കൊണ്ടും അത് ശ്രദ്ധിക്കാതെ പോകണ്ടാത്ത ഒരവസ്ഥയിലേക്ക് ഭരണപക്ഷവും വരുന്ന ഇത്തരത്തിലുള്ള നേതാവാണ്. ഏതായാലും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഈ പറയുന്ന വർക്കിംഗ് പ്രസിഡന്റ് ഒരു പക്ഷേ കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ അഭാവം നികത്തിക്കൊണ്ട് കോൺഗ്രസിന് ഒരു പുതുജീവൻ നൽകും എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഷാഫിയെ നമുക്ക് നിസ്സാരക്കാരനായിട്ട് കാണാൻ സാധിക്കില്ല. ഷാഫി നേതൃത്വം കൊടുത്താൽ കോൺഗ്രസിന് ഒരു പുതുജീവൻ, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ പണ്ടത്തെ പോലെ ജനങ്ങളെല്ലാം അംഗീകരിക്കുന്ന ഒരു നേതാവ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ഷാഫി പറമ്പിലും വിഷ്ണുനാഥും ഒക്കെയാണുള്ളത്. അതിനകത്ത് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഷാഫി പറമ്പിൽ തന്നെയാണ്. കോൺഗ്രസിന് ഈ തീരുമാനം ഒരു വലിയ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ ഒരു. തീർച്ചയായും കോൺഗ്രസിന് യുവജനങ്ങളുടെ കയ്യിലേക്ക് വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള സ്ഥാനം 3 പേർക്കായി നൽകുമ്പോൾ കോൺഗ്രസിനും അതൊരു ശുഭപ്രതീക്ഷയാണ്. ഇവരിലൂടെ കൂടുതൽ മാറ്റങ്ങൾ, കാരണം 3 പേരിൽ ഒന്നാമൻ ഷാഫി പറമ്പിൽ തന്നെയാണ്. അദ്ദേഹത്തിനാണ് കൂടുതൽ ഒരു ജനപിന്തുണയുള്ളത്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിക്കാനുള്ള ഒരു കഴിവ് കൂടി ഷാഫി പറമ്പിലിനുണ്ട്. അദ്ദേഹം പറയുന്നത് കേൾക്കാൻ ആളുകളുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. അതുകൊണ്ടാണ് പാലക്കാട് നിന്നും മാറി വടകര എത്തിയിട്ടും അദ്ദേഹം വിജയിച്ചു എന്നുള്ളത് അതിനൊരു വ്യക്തമായ ഒരു തെളിവ് കൂടിയാണ്. എന്തായാലും ഷാഫി പറമ്പിലിനെ കേൾക്കാൻ കേരളത്തിൽ ആളുകൾ ഉണ്ട് എന്നുള്ളത് കോൺഗ്രസിന് കൂടുതൽ ഗുണകരമാകും. വർക്കിംഗ് പ്രസിഡന്റുമാരുടെ സ്ഥാനത്തേക്ക് 3 യുവ നേതാക്കൾ വരുന്നതും കോൺഗ്രസിന് വലിയ ശുഭ പ്രതീക്ഷയാണ് കേരളത്തിൽ നൽകുന്നത്. വ്യക്തമാണ്. താങ്ക് യു പ്രശംസ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.